സമീപ ദിവസങ്ങളിലായി തന്നെ ഇന്ത്യൻ അതിർത്തി കടന്ന് പാകിസ്ഥാന്റെ നിരവധി ഡ്രോണുകളാണ് എത്തിയത്. ഒരാഴ്ചക്കിടയിൽ തന്നെ 3 ഡ്രോണുകൾ എത്തിയതായും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ഇതോടുകൂടി തന്നെ ഇതിനു പിന്നിൽ പാകിസ്ഥാൻ എന്താണ് ലക്ഷ്യം വെക്കുന്നതെന്ന ചോദ്യങ്ങളായിരുന്നു ഉയർന്നു വന്നത്. പാകിസ്ഥാൻ വ്യക്തമായ ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ഇത്തരം ഡ്രോണുകൾ അയക്കുന്നത് എന്നതാണ് ഇപ്പോൾ വെളിവായിരിക്കുന്നത്. ഇന്ത്യയുടെ നീക്കങ്ങൾ നിരീക്ഷിക്കുവാനും എത്രത്തോളം ഇന്ത്യൻ റഡാർ സംവിധാനങ്ങൾ അവിടെ ദുർബലമാണ് എന്നതും എത്ര എണ്ണം പ്രവർത്തിക്കുന്നു എന്നത് കണ്ടുപിടിക്കാനും ഇത്തരത്തിൽ ഡ്രോണുകൾ അയക്കുന്നത് അതിന് പിന്നിൽ ഈ ലക്ഷ്യമാണ് എന്നതാണ് വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇന്ത്യയുടെ പ്രതികരണം അതിന്റെ വേഗത പരിശോധിക്കുന്നതുമാണ് ഇന്ത്യൻ ഡ്രോൺ പ്രവർത്തനങ്ങൾ വർദ്ധിപ്പിച്ചിരിക്കുന്നതായി തന്നെ വിശകലന വിദഗ്ധർ വിശ്വസിക്കുന്നത്. LOCയിലെ അതിനെ മുന്നോട്ടുള്ള ആ പ്രദേശങ്ങളിലെ ദുർഘടമായ ഭൂപ്രദേശങ്ങളിലും അവിടെ നിരീക്ഷണാടിസ്ഥാനത്തിൽ സൗകര്യങ്ങളുടെ അഭാവവും ഡ്രോണുകളെ നിരീക്ഷണ പ്രവർത്തനങ്ങൾക്ക് ഒരു പ്രധാന ഘടകമായി തന്നെ ഇവർ കണക്കാക്കുന്നു. ഇന്ത്യയുടെ പ്രതികരണം അത് പരിശോധിക്കാനാണ് ഇത്തരത്തിൽ ആയുധങ്ങൾ ഇല്ലാത്ത ഡ്രോണുകൾ അയക്കുന്നത്. ഇന്ത്യയുടെ ഏതൊക്കെ റഡാർ സംവിധാനങ്ങളാണ് പ്രവർത്തിക്കുന്നതെന്നും സൈനിക നീക്കം എവിടെയാണ് നടക്കുന്നതെന്നതൊക്കെ തന്നെ ഇതിലൂടെ നിരീക്ഷിക്കാനാണ് ഇത്തരത്തിലുള്ള ഡ്രോണുകൾ അയക്കുന്നത് എന്നതാണ് ഇപ്പോൾ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. ഇന്ത്യൻ പ്രതിരോധ സംവിധാനങ്ങളെ അവിടെ വിടവുകൾ പരിശോധിക്കുവാനും അതുവഴി ഭീകരരെ അയക്കാനുമുള്ള പാകിസ്ഥാന്റെ ശ്രമമാണ് ഡ്രോൺ ആക്രമണം എന്നതാണ് കരസേനാ മേധാവി വ്യക്തമാക്കിയത്. എന്നാൽ ഭീകരരെ അയക്കാനുള്ള ഒരു വിടവും കണ്ടെത്താൻ പാകിസ്ഥാൻ ഇതുവരെയും സാധിച്ചില്ല എന്നതാണ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. അതേസമയം ജനുവരി 15 മുതൽ, അതായത് സൈനിക ദിനം മുതൽ ജനുവരി 26 റിപ്പബ്ലിക് ദിനം വരെ അതിനിടയിലുള്ള ഒരു കാലയളവിൽ ഇന്ത്യ ഏതെങ്കിലും നടപടി എടുക്കുമോ എന്ന് പാകിസ്ഥാൻ സാധാരണയായി തന്നെ ഭയപ്പെടുന്നുണ്ട്. ലൈറ്റ് കത്തിച്ചും അധികം ഉയരത്തിൽ പറക്കാൻ ആകാത്തതുമായ ചെറിയ ഡ്രോണുകൾ കണ്ടെത്തിയിട്ടുണ്ട് എന്നതായിരുന്നു കരസേനാ മേധാവി വ്യക്തമാക്കിയത്. അതായത് ജനുവരി 9 മുതൽ പാകിസ്ഥാൻ അന്താരാഷ്ട്ര അതിർത്തിയിലും നിയന്ത്രണ രേഖയിലും വിവിധ മേഖലകളിലായി തന്നെ കുറഞ്ഞത് 10 മുതൽ 12 ഡ്രോണെങ്കിലും അയച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസമാകട്ടെ പൂഞ്ചിന് മുകളിലും സംഭായിലെ മറ്റ് സെക്ടറിന് ഡ്രോണുകൾ അയച്ചതായി തന്നെ വ്യക്തമാക്കുന്നു. മുൻപാകട്ടെ നൌഷേര, രജൌരി സെക്ടറുകളിലും ഡ്രോൺ സാന്നിധ്യം കണ്ടെത്തിയതായി തന്നെ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു ഇന്ത്യൻ സൈന്യം. ജനുവരി 9 പാകിസ്ഥാനിൽ നിന്നുള്ള ഒരു ഡ്രോൺ ആകട്ടെ അത് മറ്റു ജില്ലകൾ കടന്നു പോയതായും വ്യക്തമാക്കുന്നു. അതിൽ പിസ്റ്റലുകൾ 3 മറ്റ് ആയുധങ്ങൾ 16 വെടിയുണ്ടകൾ, ഒരു ഗ്രനേഡ് എന്നിവ വർഷിച്ചതായി തന്നെ സംശയിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. റിപ്പബ്ലിക് ദിനാഘോഷത്തിന് മുന്നോടിയായി തന്നെ നടത്തിയ തിരച്ചിലിനിടയിലാണ് ഇത്തരത്തിൽ സേന ഈ ഡ്രോണുകൾ കണ്ടെത്തിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.